ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 5 ധർമ്മ പുനരുദ്ധാരണം ക്ഷേത്ര നവോത്ഥാനം ബദ്രിനാഥ്. പൗരാണിക ക്ഷേത്രങ്ങളിലെ ദേവതാ സ്വരൂപങ്ങൾക്ക് ദിവ്യോർജ്ജം വീണ്ടും നൽകിയെന്നത് തൻ്റെ അവതാരോദ്ദേശ്യത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്നാണെന്ന് ഭഗവാൻ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പരിപാടികളുടെ ഭാഗമായി ഭഗവാൻ 1961 ജൂൺ 11 ഹിമാലയത്തിലെ സുപ്രസിദ്ധമായ ബദ്രിനാഥ് ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. മാതാപിതാക്കളും ധാരാളം ഭക്തന്മാരും ഭഗവാനെ അനുഗമിച്ചു. ശ്രീ ബുർഗുല രാമകൃഷ്ണ റാവു ഹരിദ്വാറിൽ വെച്ച് യാത്രാ സംഘത്തിൽ ചേർന്നു. ബാബ അവരോട് ഫലിതം കണക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ ഭക്തന്മാർ ബദരിയിൽ പോകുന്നത് ഭഗവാൻ ശ്രീ നാരായണൻ ദർശിക്കുന്നതിന് വേണ്ടി. പക്ഷേ നിങ്ങളാകട്ടെ ഭഗവാൻ നാരായണനോടൊപ്പം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹം ദർശിക്കാനായി പോകുന്നു. ബദ്രിനാഥ് ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മിക മഹിമ ബാബ ഇപ്രകാരം വിശദീകരിച്ചു. മഹാതപസ്വിയായ ശ്രീ ശങ്കരാചാര്യർ മഹാദേവനോട് പ്രാർത്ഥിക്കുകയും ഭഗവാനിൽ നിന്നും 5 ലിംഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ആചാര്യർ ആ 5 ലിംഗങ്ങളും ബദരി, പുരി, ശൃംഗേരി, ദ്വാരക, ചിദംബരം എന്നീ 5 സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ഏകദേശം 200ഓളം ഭക്തന്മാർ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ അമിതാനന്ദത്തോടെ ഇത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ബാബ തൻ്റെ കൈത്തലം ചുഴറ്റി 1000 ഇതളുള്ള പൊൻതാമരയോട് കൂടിയ ഒരു സ്വർണ്ണത്തളിക തൃക്കൈയിൽ കാണായി. ഭഗവാൻ സ്വർണ്ണത്താമര മറ്റൊരു വെള്ളിത്തളികയിൽ വെച്ചു. കൈ വീണ്ടും ചലിച്ചു. ഇപ്രാവശ്യം തൃക്കൈയിൽ അപ്രത്യക്ഷമായത് ഒരു ലിംഗം. സ്വാമി വിശദീകരിച്ചു. 1200 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ശങ്കരാചാര്യർ ബദ്രിനാഥ ഭഗവാന്റെ വിഗ്രഹത്തിനടിയിൽ പ്രതിഷ്ഠിച്ചതാണ് ഈ നേത്രലിംഗം. ഭക്തജനങ്ങൾ വരുന്നു, ദർശനം നടത്തുന്നു, ആരാധിക്കുന്നു. പക്ഷേ നേത്രലിംഗം അന്ന് മുതൽ വിഗ്രഹത്തിനടിയിൽ അഗോചരമായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ മാത്രമാണ് ബാബയാൽ അത് ആരാധനയ്ക്കായി പുറത്തു കൊണ്ടുവന്നു. നേത്രം എന്നാൽ സംസ്കൃതത്തിൽ കണ്ണ് എന്നർത്ഥം. ആ പേര് അനർത്ഥമാക്കിക്കൊണ്ട് നേത്രലിംഗം വ്യക്തമായി തുറന്ന കണ്ണുകളെ കാണിക്കുന്നു. ബാബ നേത്രലിംഗം സുവർണ്ണ താമരയിൽ വെച്ചു. വീണ്ടും ഭഗവാന്റെ കരങ്ങൾ ചലിച്ചു. തൃക്കൈയിൽ ഒരു വെള്ളിപ്പാത്രം, അതിൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രിയിലെ പവിത്രജലം. ഭഗവാൻ ആ വെള്ളിപ്പാത്രത്തിന്റെ താഴെ വിരൽ കൊണ്ട് സ്പർശിച്ചു. വിരൽ മാറ്റിയപ്പോൾ നേത്രലിംഗത്തിൽ ജലാഭിഷേകം ആരംഭിച്ചു. സ്വാമിയുടെ വിരൽ സ്പർശം വെള്ളിപ്പാത്രത്തിനടിയിൽ ദ്വാരം വീഴ്ത്തിയിരുന്നു. അഭിഷേകം കഴിഞ്ഞപ്പോൾ ശ്രീ സായിബാബ കൈ കുലുക്കി സുവർണ്ണ രജത പുഷ്പങ്ങൾ പുറത്തേക്കൊഴുകി. പുഷ്പാഭിഷേകം പോലെ നേത്രലിംഗത്തെ അത് പൊതിഞ്ഞു. ശ്രീ പരമേശ്വരന്റെ തുമ്പപ്പൂ വളരെ ഇഷ്ടമാണ് പ്രസിദ്ധം. ഇക്കാര്യം ക്ഷേത്രപുരോഹിതന്മാർ ബാബയോട് സൂചിപ്പിച്ചു. അവിടുന്ന് തുമ്പപ്പൂക്കൾ ഒരു കൂമ്പാരം തന്നെ ഉടൻ സൃഷ്ടിച്ചു. ഈ പുഷ്പങ്ങളാൽ നേത്രലിംഗം പൂജിക്കപ്പെട്ടു. പൂജാദികളിലൂടെ തൻ്റെ ദിവ്യശക്തിയിലൂടെ വിഭു നേത്രലിംഗത്തിന് വീണ്ടും ചൈതന്യം പകർന്നു. അതിനുശേഷം അതിരുന്ന അജ്ഞാതമായ പഴയ സ്ഥാനത്ത് ഭഗവാൻ ബദ്രിനാഥിന്റെ വിഗ്രഹത്തിനടിയിൽ നേത്രലിംഗം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. യാത്രാസംഘം പർത്തി തിരിച്ചെത്തി. ബദ്രിനാഥിലേക്ക് വരാൻ കഴിയാത്തവരോട് സ്വാമി സംസാരിച്ചു. ഒരിക്കലും നിരാശ വേണ്ട. സ്വാമി തുടർന്നു. നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് കഴിഞ്ഞില്ല, അതിൽ നിന്നുള്ള ആധ്യാത്മിക ഫലവും നഷ്ടമായി എന്നോർത്ത് ഖേദിക്കായിക. ഇവിടെ നിങ്ങൾക്കരികിൽ നിൽക്കുന്ന സാക്ഷാത് ശ്രീ നാരായണൻ തന്നെയാണ്. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തൊട്ടുമുന്നിൽ നാരായണൻ. ഹൃദയത്തിന് തൃപ്തി വരുവോളം ഈ നാരായണനെ ദർശനമാക്കിക്കൊള്ളൂ. ഈ നാരായണ ദർശനമായിക്കോളൂ. അങ്ങ് വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന നാരായണ വിഗ്രഹത്തിനായി എന്തിനു ദാഹിക്കുന്നു? നിങ്ങളുടെ മിഴികൾക്ക് തൊട്ടു മുന്നിൽ ഇവിടെ തന്നെയുള്ള നാരായണനെ, ജീവനോടിരിക്കുന്ന ഈ രൂപത്തെ ഭക്തിപൂർവ്വം സമർപ്പണത്തോടെ ആരാധിക്കൂ. ആധ്യാത്മികാനന്ദം നേടൂ. വാരണാസി. ഇതുപോലെ തന്നെ അനുഗ്രഹം നേടി വീണ്ടും ചൈതന്യം വർദ്ധിച്ച മറ്റൊരു പൗരാണിക തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഭഗവാന്റെ തൃക്കരങ്ങളാൽ ആധ്യാത്മിക പ്രഭാവം വീണ്ടും അവിടെ പ്രചോദിപ്പിക്കപ്പെട്ടു. ഇപ്രാവശ്യത്തെ യാത്ര കാശിയിലേക്കായിരുന്നു. 1961 ഏപ്രിൽ 2 സ്വാമിക്കൊപ്പം മാതാപിതാക്കളും അന്നത്തെ UP ഗവർണർ ശ്രീ ബുർഗുല രാമകൃഷ്ണ റാവു മറ്റുള്ളവരും കൂടെ യാത്ര ചെയ്തു. വിശ്വേശ്വര ലിംഗത്തിനടുത്തെത്തിയപ്പോൾ സാധാരണ അവിടുന്ന് തയ്യാറുള്ള വിധം കൈലാസ വിഭൂതി സൃഷ്ടിച്ച ലിംഗത്തെ ത്രിപുണ്ഡം വരയ്ക്കുകയും ചെയ്തു. അതിനുശേഷം സ്വാമി ചന്ദനച്ചാർ സൃഷ്ടിച്ചു ചന്ദനം ഭസ്മക്കുറിയുടെ മധ്യ വൃത്താകൃതിയിൽ തൊടുവിച്ചു. വജ്രങ്ങളിലെയും മാണിക്യമണികളിലെയും മരതക മുത്തുകളിലെയും 3 വൃത്തങ്ങളിലുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു സ്വർണ്ണാഭരണം പിന്നീട് സൃഷ്ടിച്ചു. ഭഗവാൻ അത് ചന്ദനം ചാർത്തിയതിന് മധ്യ പതിപ്പിച്ചു. ഒരു മാത്രം നേരം കൊണ്ട് അത് അവിടെ ഉറച്ചു. ഭഗവാൻ വിശ്വനാഥൻ കാശിയിലെ മഹാപ്രഭു കൂടുതൽ തേജസ്വിയായി. സോമനാഥ്. ജാംനഗറിലെ രാജമാതായുടെ ക്ഷണപ്രകാരം ബാബ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിച്ചു. സോമ എന്നാൽ സ പ്ലസ് ഉമ എന്നാണ്. അതായത് ശിവനും ഉമയും. ഉമ പാർവതി ദേവി എന്നറിയപ്പെടുന്നു. മുഹമ്മദ് ഗസ്നി പലവട്ടം ഭാരതത്തെ ആക്രമിച്ച സംഭവം ചരിത്രത്തിൽ വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യം. പലവട്ടം ഈ സമ്പന്ന ക്ഷേത്രത്തിൽ നിന്നും അയാൾ രത്നങ്ങളും ആഭരണങ്ങളും വജ്രങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോയി. അവസാനം ആക്രമണത്തിൽ അയാൾ ഈ മഹത്തായ ശിവലിംഗം പിഴുതെടുത്തു. അതിന് താഴെ ഉണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങൾ കവർന്നു. അങ്ങനെ പവിത്രത നഷ്ടപ്പെട്ട ആ പഴയ ശിവലിംഗത്തിന് പകരം ക്ഷേത്രപുരോഹിതന്മാർ പുതിയൊരു ശിവലിംഗം സ്ഥാപിച്ചു. അന്നു മുതൽ വിധിപ്രകാരമുള്ള പൂജാദികൾ പുതിയ ശിവലിംഗത്തിൽ തുടങ്ങുകയും ചെയ്തു. ക്ഷേത്രം പഴയ പ്രതാപത്തിൽ വീണ്ടും എത്തിക്കാൻ ജാംനഗർ മഹാരാജാവ് ദിഗ്വിജയ് സഹോദര ദത്തശ്രദ്ധനായി. അതിന് വളരെയേറെ ധനവും ജോലിക്കാരെയും വേണ്ടിയിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും തൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഒടുവിൽ അതിമനോഹരമായൊരു ഗോപുരം ക്ഷേത്ര സൗന്ദര്യത്തിന് മകുടമണിയിക്കും പോലെ പണിതുയർത്തി. ദിഗ്വിജയ ഗോപുരം എന്ന് പേരിട്ട് ഭഗവാൻ ശ്രീ സായിബാബ ആ ഗോപുരം ഉദ്ഘാടനം ചെയ്തു. ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ബാബ സുവർണ്ണ വില്ലുതിളങ്ങൾ സൃഷ്ടിച്ച് പരമശിവന് വളരെ
പ്രീതികരമായ വില്ലുതളങ്ങൾ അവിടുന്ന് 4 അടി ഉയരമുള്ള ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തു. ആ സമയം സ്വാമി അരുളി, കാണാവുന്ന ഈ ലിംഗത്തിന് ചുവട്ടിൽ അദൃശ്യമായൊരു ജ്യോതിർലിംഗമുണ്ട്. തൻ്റെ ദിവ്യമായ ഇച്ഛാശക്തിയാൽ ആ ജ്യോതിർലിംഗം തൃക്കൈകളിൽ വരുത്തി കൂടി നിന്ന ഭക്തജനങ്ങളെ കാണിച്ചു. അത് മിന്നൽ പോലെ വെട്ടിത്തിളങ്ങി. തൻ്റെ ദിവ്യസ്പർശത്താൽ ജ്യോതിർലിംഗത്തിന് വീണ്ടും ചൈതന്യം നൽകി. ഇത്തവണ ബദരിനാഥിൽ ചെയ്ത പോലെ ലിംഗം പൂർവ്വസ്ഥാനത്ത് വെച്ചില്ല. അവിടുന്ന് പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഈ ദേവാലയം സമസ്ത ആക്രമണങ്ങളിൽ നിന്നും വിമുക്തമാണ്. ഈ ക്ഷേത്രത്തിനുമേൽ തൻ്റെ ദുഷ്ടമായ കൈവയ്ക്കാൻ ഒരു കവർച്ചക്കാരനും സാധ്യമല്ല. ഇനി ഇതിനു മേൽ ഒരിക്കലും ഒരു അപകടമുണ്ടായില്ല. അതിനാൽ ഞാൻ ഈ ലിംഗം പൊതുദർശനത്തിനും ആരാധനയ്ക്കുമായി ദൃശ്യമായ വിധം സ്ഥാപിക്കുന്നു. അതിനുശേഷം ഭഗവാൻ ഒരു രജതപീഠം സൃഷ്ടിച്ച് അതിൽ ലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദ്വാരക. ആ യാത്രക്കിടയിൽ ബാബയും കൂടെയുള്ള ഭക്തജനങ്ങളും ദ്വാരകയിലെത്തി. ശ്രീകൃഷ്ണന്റെ ലീലാസ്ഥാനമായിരുന്നു ദ്വാരക. തൃപ്പാസ്പർശനത്താൽ അവിടം പരിപൂരിതമാക്കി. ഈ യുഗത്തിലെ സായികൃഷ്ണ മഹാപ്രഭു തടിച്ചുകൂടി ആയിരങ്ങൾക്ക് ദർശനമേകി പിന്നീട് ഭക്തന്മാർക്കൊപ്പം കളത്തിരത്തേക്ക് നീങ്ങി. അവിടുന്ന് ഭക്തന്മാരോട് തനിക്ക് ചുറ്റിനുമായി ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം തന്നെ മുന്നിൽ മണൽ കൂമ്പാരം കൂട്ടി പിന്നീട് കൈ മണൽക്കുനിൽ കടത്തി അതിമനോഹരമായ സുവർണ്ണ കൃഷ്ണവിഗ്രഹം പുറത്തേക്ക് വലിച്ചെടുത്തു. അത്യത്ഭുതമായ ഈ സംഭവം ദ്വാരകാ ക്ഷേത്രത്തെ ദിവ്യശക്തി ചൈതന്യത്താൽ പരിപൂരിതമാക്കിയിരുന്നു. ഭഗവാൻ ശ്രീ സത്സായിബാബ പ്രഖ്യാപിച്ചു. ശ്രീശൈലം. ശ്രീ സത്സായിബാബയുടെ തൃക്കൈ സ്പർശത്താൽ ആധ്യാത്മിക പുരോധാനം ഉണ്ടായ മറ്റൊരു പുരാതന ക്ഷേത്രമാണ് ശ്രീശൈലത്തെ മല്ലികാർജ്ജുന ക്ഷേത്രം. 1963 ജനുവരി 5 ഭവാൻ ഈ ക്ഷേത്രം സന്ദർശിച്ചു. സോമനാഥ ക്ഷേത്രത്തിലെ പോലെ ബാബ ഇവിടെയും ശ്രീകോവിലിൽ കയറി സുവർണ്ണ ബില്ലുതിലങ്ങളും സുവർണ്ണ തുമ്പപ്പൂക്കളും മല്ലികാർജ്ജുന വിഗ്രഹത്തിൽ പൊതിഞ്ഞു. മല്ലിക എന്ന സംസ്കൃത പദത്തിന് അർത്ഥം മുല്ലപ്പൂവ്, അർജുന എന്നാൽ ശുഭ്രം, പരിശുദ്ധം. പന്തർപൂർ. 1965 ജൂൺ 13 ബാബ പന്തർപൂരിലെത്തി. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡുരംഗ വിടൽ ആയി ആരാധിക്കപ്പെടുന്നു. ബാബ ശ്രീകോവിലിൽ ചെന്നു പാണ്ഡുരംഗനെയും പത്നി രുക്മിണി ദേവിയും സന്ദർശിച്ചു. അതിനുശേഷം വിശിഷ്ടമായ പാൽ സ്ഫടികം കൊണ്ടുള്ള നെക്ലസ് സൃഷ്ടിച്ച് രുക്മിണി ദേവിയെ അണിയിച്ചു. ഭഗവാൻ ശ്രീ സത്സായിബായി പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് അവിടുന്ന് ദേവതകൾക്ക് ചൈതന്യം വീണ്ടും വർദ്ധിപ്പിക്കുകയും ആധ്യാത്മിക നവോത്ഥാനം ഉണ്ടാക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഇതൊക്കെയാണ്. ഓരോ ക്ഷേത്രവും എന്തായാലും സ്വാമിയുടെ തന്നെ പവിത്രമായ വാസസ്ഥാനം. മാനവ ശരീരം ഈശ്വരൻ്റെ ഇരിപ്പിടം. അതുതന്നെയാണ് ക്ഷേത്രം. ഈ ശരീരത്തിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ ഈശ്വരനാകുന്നു. ക്ഷേത്രത്തിൻ്റെ രൂപം, ഘടന എന്നിവയുടെ ആന്തരികാർത്ഥം പ്രാധാന്യം ഓരോരുത്തരും പരിചിന്തിക്കേണ്ടതാണ്. വേദധർമ്മ പുനരുദ്ധാരണം. ബദ്രിനാഥിൽ നിന്ന് മടങ്ങിയെത്തിയ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശാന്തി നിലയത്തിൽ ഒരു യജ്ഞം നടത്തുവാൻ ഭഗവാൻ തീരുമാനിച്ചു. അവിടുത്തെ പ്രേരണയാൽ വടക്കേ ഇന്ത്യ, കോണാസീമ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി വേദപണ്ഡിതന്മാർ പുട്ടപർത്തിയെ സമ്മേളിച്ചു. വേദാന്തശാസ്ത്രങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ യജ്ഞത്തിനുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകി. ബാബ അന്ന് പ്രഖ്യാപിച്ചു, എൻ്റെ അവതാര ദൗത്യത്തിൻ്റെ ഭാഗമായി വേദങ്ങളിലെ നിലനിൽപ്പിന് ബ്രാഹ്മണരുടെയും ഗോക്കളുടെയും ശരിയായ സംരക്ഷണത്തിന് ഞാൻ അടിത്തറയിടുന്നു. അതിലൂടെ വേദധർമ്മം സ്വയം പുനരുദ്ധാനം ചെയ്തുകൊള്ളും. യജ്ഞത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. യജ്ഞത്തിന് വേദപുരുഷ സപ്താഹ യജ്ഞം എന്ന് പേരിട്ടു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന യജ്ഞ ചടങ്ങുകളും ദസറ ആഘോഷങ്ങളും ഒരേ സമയത്തായി. വേദപുരുഷൻ യജ്ഞദേവത ബാബ തന്നെയായിരുന്നു. അതിശ്രേഷ്ഠമായ വേദപണ്ഡിതന്മാരും വേദചടങ്ങുകളിലെ നിഷ്ണാതന്മാരുമായിരുന്നു യജ്ഞത്തിൻ്റെ ചുമതല വഹിച്ചത്. വേദസാമ്രാട്ട് ബ്രഹ്മശ്രീ ചെറു കുമിളി കാമവന്താനുലു ആയിരുന്നു സർവാധ്യക്ഷൻ. വേദങ്ങൾ, മറ്റ് ആധ്യാത്മിക വേദാന്ത വിഷയങ്ങൾ ഇവയെക്കുറിച്ച് സെമിനാറുകൾ നടന്നു. ആജ്ഞാനായ അർത്ഥവാചസ്പതി ബ്രഹ്മശ്രീ ഉപ്പുലൂരി ഗണപതി ശാസ്ത്രി ഇതിനെല്ലാം ലക്ഷ്യം വധിച്ചു. സർവശ്രീ ബുളുഷു അപ്പണ ശാസ്ത്രി, കാദിയാല സീതാരാമ ശാസ്ത്രി, കുപ്പ ലക്ഷ്മ വധാനി, വാരണാസി സുബ്രഹ്മണ്യ ശാസ്ത്രി, കുപ്പ ബൈരാഗി ശാസ്ത്രി, വെമ്പാല സൂര്യനാരായണ ശാസ്ത്രി, കുമ്പല്ല അമ്മാന്ന ശാസ്ത്രി, ഹോദ വെങ്കടരാമ ശാസ്ത്രി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുത്തു. അവരെല്ലാം യഥാർത്ഥത്തിൽ വേദധർമ്മമാവുന്ന നഭോമണ്ഡലങ്ങളിലെ കാന്തി പൊഴിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളായിരുന്നു. പാർത്ഥിവ ശിവലിംഗന അർച്ചന, മന്ത്രജപം, രാമായണം, ഭാഗവതം, ദേവി ഭാഗവതം, ശ്രീഭാഷ്യം തുടങ്ങിയ പുണ്യപുരാണ ഗ്രന്ഥപാരായണം എന്നിവ നടപടിക്രമങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സൂര്യനമസ്കാരം, നവഗ്രഹ ജപങ്ങൾ, ഋഗ്, യജുസ്, സാമം എന്നീ വേദങ്ങളിലെ പാരായണം ഇവയെല്ലാം ഭക്തന്മാരുടെ കർണങ്ങൾക്ക് വിഭവസമൃദ്ധമായി സതിയേകി. ഇതിനൊക്കെ മകുടം ചാർത്തും വിധം അതിരുദ്രയാഗവും നടന്നു. അതും വിസ്തരിച്ച് അതിസൂക്ഷ്മമായി തികച്ചും പൗരാണിക അനുശാസനങ്ങൾക്കനുസരിച്ച് 7 ദിവസത്തെ മുഴുവൻ പരിപാടികളും ഭക്തജനങ്ങൾക്ക് പരിപൂർണ്ണ തൃപ്തിയേകി. അവരിൽ ആധ്യാത്മിക പുരോഗതി ഉണ്ടാക്കി. സമാപന ദിനം ഭഗവാൻ ശ്രീ സത്സായി ബാബ പ്രഭാഷണം നടത്തി വളരെ അർത്ഥവത്തായി അവിടുന്ന് സമ്മേളനത്തെ സംബോധന ചെയ്തു. ആത്മസ്ഥിരൂപല അവിടുന്ന് തുടർന്നു. എൻ്റെ അവതാര ലക്ഷ്യം ധർമ്മസംസ്ഥാനം, ശാന്തിയും സന്തോഷവും പ്രശാന്തതയും ലോകം മുഴുവൻ ഉറപ്പാക്കുക. എൻ്റെ സങ്കല്പം ഒരിക്കലും പുറകോട്ട് പോകില്ല. എൻ്റെ ദൗത്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്താൻ ആർക്കുമാവില്ല. അത് വിജയിക്കാൻ മാത്രമുള്ളതാണ്. ഇത് സത്യം, പരിപൂർണമായി ഉറപ്പായ സത്യം. പൂർവാവതാരത്തിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു, സങ്കുചിത വ്യക്തി താല്പര്യങ്ങൾ മൂർത്തീകരിക്കാനുള്ള
ഏതൊരു യജ്ഞവും ശരിയായ ഫലം പ്രദാനം ചെയ്യില്ല. ജ്ഞാനയജ്ഞം ലോകമംഗളത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞം മാത്രമാണ് ഉത്തമം. യജ്ഞം ത്യാഗത്തെ കുറിക്കുന്നു. സ്വാർത്ഥമില്ലായ്മയാണ് ത്യാഗം. ദേവതകളുടെ അനുഗ്രഹലബ്ധിക്കായി യജ്ഞം ചെയ്യണമെന്ന് വേദങ്ങൾ അനുശാസിക്കുന്നു. അഗ്നിദേവൻ വഴി നെയ്യും മറ്റുമുള്ള നിവേദ്യങ്ങളും നിർദ്ദിഷ്ട ദേവതന്മാരിൽ ചെന്നു ചേരുമെന്ന് വേദം. സങ്കുചിത മനസ്കർക്ക് ഇതിൽ സന്ദേഹമുണ്ട്. ശരിയോ? ഇതൊക്കെ സാധ്യമാണോ? അവർ ചിന്തിക്കുന്നു. നാം പോസ്റ്റ് ഓഫീസിൽ പോകുന്നു. ഒരു പ്രത്യേക വ്യക്തി പണം അയക്കുന്നു. മേൽവിലാസക്കാരൻ അകലെയോ അടുത്തോ ആരായാലും തീർച്ചയായും പണം അയാൾക്ക് ലഭിക്കും. ഈ ലോകത്തിൽ ഇങ്ങനെ പിന്നെ എന്തിന് വേദാനുശാസനങ്ങൾ സംശയിക്കണം? യജ്ഞഫലമായ ദേവതകൾ സന്തുഷ്ടരാകുന്നു, സംതൃപ്തരാകുന്നു. യഥാകാലം മഴ നൽകുന്നു, ധാന്യം വിളയുന്നു, അങ്ങനെ നമുക്ക് ആഹാരം ഒരുങ്ങുന്നു. ആഹാരം ജീവൻ നൽകുന്നു, നിലനിർത്തുന്നു. ഇങ്ങനെ ലോകം നിലനിൽപ്പിൻ്റെ നാരായണ വേര് തന്നെ യജ്ഞമാകുന്നു. യജ്ഞമുണ്ടാകുന്നത് കർമ്മത്തിൽ നിന്നും, കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. അക്ഷരപുരുഷൻ്റെ രൂപമാകുന്ന ബ്രഹ്മം, ആ അക്ഷരത്തിൻ്റെ രൂപമാണ് പ്രണവം. വേദങ്ങളുടെ മൂലവും പ്രണവം തന്നെ. അതുകൊണ്ടാണ് യജ്ഞം എൻ്റെ നാമത്തിലും രൂപത്തിലും നടന്നതും നിയന്ത്രിക്കപ്പെടുന്നതും മാനവവംശത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് വിശദീകരിക്കപ്പെട്ടത്. ഈ യജ്ഞത്തിൻ്റെ പ്രസാദം സ്വീകരിച്ചവർ അവരുടെ ഇഹലോക ജീവിതത്തിൽ എന്നും സംതൃപ്തരും സന്തുഷ്ടരുമായിരിക്കും. മാത്രമല്ല, അവർ ഈ ലോകം വിടുമ്പോൾ പരമമായ ദിവ്യത്വത്തിൽ ലയിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ അണുവിട സംശയം വേണ്ട. മറ്റൊരു സന്ദർഭത്തിൽ യജ്ഞോഘോഷങ്ങൾക്കിടയിൽ സംസാരിക്കവേ ഭഗവാൻ അരുളി, യുഗങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ജനങ്ങൾ ത്യാഗത്തിൻ്റെ, നിസ്വാർത്ഥതയുടെ, പ്രയോഗപൂർവ്വമുള്ള സേവനത്തിൻ്റെ തത്വം മറന്ന കാലം, മോഹം, അതിലോഭം, സ്വാർത്ഥത എന്നീ ദുർഗുണങ്ങൾ അന്ന് താഴ്ച വളർന്നു. വേദങ്ങൾ കൃഷ്ണമൃഗത്തിൻ്റെ രൂപം പൂണ്ട് കൊടുങ്കാട്ടിലേക്ക് ഓടി. മഹത്തുക്കളായ ഋഷികളും വേദപണ്ഡിതന്മാരും അവയെ തിരഞ്ഞു. അവരുടെ യജ്ഞങ്ങൾ നിഷ്ഫലമായി. അവർക്ക് അതിൻ്റെ ചർമ്മം മാത്രമേ വീണ്ടെടുക്കാനായുള്ളൂ. സംഭവത്തെ സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ഋതുക്കൾ വേദാനുശാസ്ത്ര പ്രകാരം യജ്ഞം നടത്തുന്ന വേളയിൽ കൃഷ്ണമൃഗത്തിൻ്റെ ചർമ്മം ധരിക്കുന്നത്, ആഹുതി ചെയ്യാനായി അത്തരം ചർമ്മത്തിൽ ആസനസ്ഥനാകുന്നതും ചെയ്യുന്നത്. ബാഹ്യദൃഷ്ടിയിൽ അതൊരു കഷ്ണം ചർമ്മം മാത്രം. പക്ഷേ യജ്ഞത്തിൻ്റെ വീക്ഷണത്തിൽ അത് ചർമ്മമാകുന്നു. അതായത് സന്തോഷവും അധ്യാത്മിക ആനന്ദവും നൽകുന്നു. ആരാണോ യജ്ഞചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കുന്നത് അവർ സ്വയം ആനന്ദം അനുഭവിക്കുന്നു. ലോകം മുഴുവൻ ആനന്ദം വർഷിക്കുന്നു. പ്രശാന്ത നിലയത്തിൽ നടത്തുന്ന ഏതൊരു യജ്ഞത്തിൻ്റെയും അന്തിമ ലക്ഷ്യം ത്യാഗമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കർമ്മഫലത്യാഗത്തിലൂടെ മാത്രമേ ആധ്യാത്മിക ആനന്ദം രൂപം കൊള്ളൂ. അത്തരം കർമ്മങ്ങളിൽ ഒരു വ്യക്തിക്കോ രാജ്യത്തിനോ നേട്ടമുണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ലക്ഷ്യം ലോകക്ഷേമം. യജ്ഞാവസാനത്തിൽ പൂർണ്ണാഹുതിക്ക് ശേഷം ഭഗവാൻ പ്രശാന്ത നിലയത്തിൽ തിങ്ങിക്കൂടി ആയിരക്കണക്കിന് ഭക്തന്മാർ ഓരോരുത്തരുടെയും ശരീരത്തിൽ പവിത്രജലം തളിക്കാറുണ്ട്. അങ്ങനെ അവരെ ആധ്യാത്മിക അനുഭൂതി നൽകി അനുഗ്രഹിക്കുന്നു. ബാബ മുഹൂർത്തം നിശ്ചയിക്കുന്നു. പ്രശസ്തരായ വേദപണ്ഡിതന്മാരും യജ്ഞവിദഗ്ധന്മാരും പുറമെ വേദമന്ത്രങ്ങൾ ശരിയായ വിധം കൃത്യമായി ജപിക്കാൻ വൈദഗ്ധ്യമുള്ളവർക്കായിരുന്നു ജ്ഞാനയജ്ഞത്തിൻ്റെ ചുമതല. ഭഗവാൻ ശ്രീ സത്സായി ബാബ മുഹൂർത്തം നിശ്ചയിച്ചു. 1961 ഒക്ടോബർ 1 രാവിലെ 9:30. യജ്ഞപണ്ഡിതർ തങ്ങളുടെ രീതിയിൽ മുഹൂർത്ത സമയം കണക്കുകൂട്ടി. ഗൃഹനിലയും മറ്റും പരിശോധിച്ച് യജ്ഞശാല പ്രവേശനത്തിന് അവർ കണ്ടെത്തിയ സമയം രാവിലെ 7:30. തങ്ങളുടെ അഭിപ്രായം അവർ സ്വാമിയെ അറിയിച്ചു. അവിടുന്ന് അരുളി, എനിക്ക് തോന്നുന്നു ഏറ്റവും ഉത്തമ മുഹൂർത്തം 9:30 ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. പണ്ഡിതന്മാരിൽ വാരണാസി സുബ്രഹ്മണ്യ ശാസ്ത്രി, ചെറുകുമിലി കാമധേനു, കുപ്പ വൈരാഗ്യ ശാസ്ത്രി എന്നിവർക്ക് മാത്രമേ സ്വാമിയുടെ ദിവ്യത്വം അറിയാമായിരുന്നുള്ളൂ. അതെന്തുമാവട്ടെ, പണ്ഡിതന്മാർ വീണ്ടും ആലോചിച്ച് സ്വാമിയെ അറിയിച്ച സമയം 7:30 തന്നെ. ഏറ്റവും ഉത്തമമായ മുഹൂർത്തം അതെന്ന് അവർ ഉറപ്പിച്ചു. സ്വാമി സമ്മതിച്ചു. അപ്പോൾ അവർ ഭഗവാന്റെ മിഴികളിൽ തിളക്കം ആ ചുണ്ടിൽ ഒളിച്ചിരുന്ന മന്ദഹാസം കണ്ടു. എന്തോ യജ്ഞദിനം ഋതുക്കളുടെയും വേദപണ്ഡിതന്മാരുടെയും ചിത്രാവധിയിൽ വിധിപ്രകാരം സ്നാനത്തിലെത്തി. അവർ സ്നാനം ചെയ്ത് സന്ധ്യാവന്ദനം കഴിച്ചു. 6:30 പൂജാരികൾ ഭഗവാൻ സമ്മാനിച്ച് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വെള്ളിപ്പാത്രത്തിൽ പുണ്യജലം നിറച്ച് കൃത്യം 7 മണിക്ക് തന്നെ സംഘങ്ങൾ യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു. ആ നിമിഷം മഴ മേഘങ്ങൾ ഉരുണ്ടുകൂടി, മാനം കറുത്തു, കനത്ത മഴ തുടങ്ങി, ഇടിമുഴങ്ങി, മിന്നൽ പിണർ മിന്നി തെളിഞ്ഞു. 9 മണിവരെ കനത്ത വർഷം. ചിത്രാവധി നിറഞ്ഞ് കവിഞ്ഞൊഴുങ്ങിയ യജ്ഞപുരോഹിതന്മാർ അതിൽപ്പെട്ട് നീങ്ങാനാവാതായി. അവർ നിശ്ചയിച്ച മുഹൂർത്തം കനത്ത മഴയിലും പ്രളയത്തിൽ ഒഴുകിപ്പോയെങ്കിലും സന്തുഷ്ടരായിരുന്നു. സ്വാമിയുടെ സർവജ്ഞത അവർക്ക് ബോധ്യപ്പെട്ടുവല്ലോ. 9 മണിയോടെ ആകാശം തെളിഞ്ഞു, എല്ലാം പഴയതുപോലെയായി. ഭഗവാൻ നിശ്ചയിച്ച മംഗളമുഹൂർത്തമായി സ്വാമി വേദമന്ത്രം ജപിക്കുന്ന ഋതുക്കളിലെ അകമ്പടിയോടെ യജ്ഞശാലയിലേക്ക് ആഗതനാവുന്നു. ആയിരക്കണക്കിന് ഭക്തന്മാർ ഹൃദയപൂർവ്വം ഭജന പാടുന്നു. വാദ്യോപകരണങ്ങൾ ഈ ഉജ്ജ്വല മുഹൂർത്തത്തിൽ മധുരമായി വായിക്കുന്നു. കൃകൃത്യം 9:30 ഭഗവാൻ നിശ്ചയിച്ച മുഹൂർത്തം ബാബ യജ്ഞവേദിയിൽ പ്രവേശിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. കാണാതെ പോയ യജ്ഞകലശം. യജ്ഞത്തിന് 1-2 ദിവസം മുമ്പ് ഭഗവാൻ ഋതിക്കുകളുടെ മുഖ്യൻ ബ്രഹ്മശ്രീ ശിവരാമ വൈരാഗി ശാസ്ത്രികളെ വിളിപ്പിച്ച് സ്വാമി പറഞ്ഞു, തികച്ചും വേദാനുശാസ്ത്രപ്രകാരം തന്നെ യജ്ഞം നടക്കണം. സാധനങ്ങളൊന്നുമില്ലാതെ വരരുത്. യജ്ഞത്തിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവ്വം ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളിൽ ലിസ്റ്റ് എഴുതി എനിക്ക് തരിക. എല്ലാം ഞാൻ വാങ്ങിത്തരാം. കൂടെയുള്ള ഋതുക്കളുമായി ആലോചിച്ച ശാസ്ത്രികൾ നീണ്ട കുറിപ്പ് തയ്യാറാക്കി. കുറിപ്പിലുള്ളതെല്ലാം ശേഖരിച്ച് അവരുടെ ഉപയോഗപരിധിയിലെത്തിച്ചു. എന്നിരുന്നാലും മുൻ നിശ്ചയപ്രകാരം സ്വാമി യജ്ഞശാലയിലേക്ക് പുറപ്പെടുന്നതിന് 5 മിനിറ്റ് മുമ്പ് ശ്രീ വൈരാഗി ശാസ്ത്രി ഞെട്ടലോട് അക്കാര്യം ഓർത്തു. ഏറ്റവും മുഖ്യമായത്, അതായത് യജ്ഞകലശം, തൻ്റെ അശ്രദ്ധ മൂലം കുറിപ്പിൽ എഴുതാൻ വിട്ടുപോയിരിക്കുന്നു. പക്ഷേ ഗുരുതരമായി ഈ വീഴ്ച, ഈ സന്നിഗ്ധ കണ്ടെത്തൽ എങ്ങനെ അതും സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും? സ്വാമിയോട് ഇതെങ്ങനെ പറയും? അദ്ദേഹം അസഹനീയമായ മനക്ലേശത്തിലെ ഒരു നിമിഷം പോലും ഇനി കളയാനുമില്ല.
ധൈര്യം മുഴുവൻ സംഭരിച്ചു പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വാമിയോട് പറയാൻ തീരുമാനിച്ചു. അദ്ദേഹം വിഭുവിനോട് ക്ഷമിക്കാനാവാത്ത ആ വീഴ്ചയിൽ ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചു. സ്വാമി സദേ കരുണാസ്വരൂപം. ദൃഢമായ മൃദുവാക്കുകളിൽ സ്വാമി പറഞ്ഞു, യജ്ഞത്തിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവ്വം കുറിപ്പ് തയ്യാറാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി 5 മിനിറ്റ് യജ്ഞം തുടങ്ങാനുള്ളൂ. ഭഗവാൻ മുറിക്കകത്തേക്ക് പോയി 3 മിനിറ്റിനകം പുറത്തു വന്നു. കയ്യിലൊരു വെള്ളിക്കലശം. അതിവിശിഷ്ടമായ വൈദഗ്ധ്യം ഇതിലുണ്ടായിരുന്നു. മഹനീയ സന്ദർഭങ്ങളിൽ യോഗ്യമായ കലശകുടത്തിൽ ധാരാളം ദേവതകളുടെ രൂപങ്ങളും ഉണ്ടായിരുന്നു. അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ശാസ്ത്രികളോടായി സ്വാമി അരുളി, ശ്രദ്ധയിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഈ കലശം ചിഞ്ചോലി ഭരണാധികാരികളുടെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു. പഴയതും ഉപേക്ഷിച്ചതുമായ സാധനങ്ങൾ നിറച്ച മുറിയിൽ ഇപ്പോൾ അത് കിടക്കുമായിരുന്നു. ഈ സമയം വരെ ഞാൻ അവിടെ ചെന്ന് ഇത് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരാനാണ് ഇത്ര സമയമെടുത്തത്. ഇതാ വേദാന്തശാസ്ത്രപ്രകാരം അനുയോജ്യമായ കലശഗുണം. സമയത്തിന് തന്നെ യജ്ഞം ആരംഭിക്കുക. ആ പാത്രത്തിൽ ഹിന്ദിയിൽ സാ ബ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. സായിബാബയുടെ കലശം എന്ന് വ്യക്തമാക്കുന്ന അക്ഷരങ്ങൾ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വാമിയുടെ സാന്നിധ്യത്തിൽ സംസാരിക്കവേ ശാസ്ത്രികൾ അതിരഹസ്യകരമായി ഈ സംഭവം വിശദീകരിച്ചു. ആയുധപൂജ. പാരമ്പര്യ വിജയദശമി നാളിൽ യുദ്ധോപകരണങ്ങൾ പൂജിക്കാറുണ്ട്. ഇതിനെ ആയുധപൂജ എന്ന് പറയുന്നു. ബാബ പറയുന്നു, മാനവ പ്രകൃതിയെ ആവരണം ചെയ്യുന്ന ആധ്യാത്മിക പുരോഗതി തടസ്സപ്പെടുന്ന 6 ദുർഗണങ്ങളും ഇതുപോലെ പൂജിക്കപ്പെടണം. പക്ഷേ ഇവിടെ അതിസൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ഇത് ദുർഗണങ്ങളെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഈ ആരാധനാ പദ്ധതി. അപ്പോൾ ഈ ദുർഗണങ്ങൾ സാധകന് തടസ്സമാകുകയല്ല, മറിച്ച് സഹായികളായി മാറും. അപ്പോൾ ദുഷ്പ്രവണതകളെന്ന് കരുതിയിരിക്കുന്ന ഈ ദുർഗുണങ്ങൾ സദ്ഗുണങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടും. എങ്ങനെ നമുക്ക് അവതാരണി വാണി ശ്രദ്ധിക്കാം. കാമം എന്നത് തീക്ഷ്ണമായ നിർബന്ധിതമായ ആഗ്രഹം. അത് ഈശ്വരനിലേക്ക് തിരിക്കും. അപ്പോഴത് ഈശ്വര ദർശനത്തിന് ഉള്ള അവിടുത്തെ ഇഷ്ടം നേടാനുള്ള കൃപ ലഭിക്കാനുള്ള വ്യാകുലതയായി മാറും. ഈശ്വരനിലെത്തുന്ന തിടുക്കമായി കാമൻ രൂപം കൊള്ളും. ക്രോധം. കോപത്തെ ഈശ്വരനിലേക്ക് തിരിക്കൂ. എന്തുകൊണ്ട് ഈശ്വരൻ എൻ്റെ അടുത്ത് വരുന്നില്ല? എത്ര കാലം ഞാൻ ഇങ്ങനെ കാത്തിരിക്കണം? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്നിൽ എന്തേ കൃപ ചൊരിയാത്തത്? ഇങ്ങനെ ഇതെല്ലാം ഈശ്വരനായി തന്നെ തിരിക്കൂ. അക്ഷമയോടുകൂടി അതിൽ നിർബന്ധം പിടിക്കൂ. അപ്പോൾ നിങ്ങളുടെ കോപം ദൃഢനിശ്ചയമായിട്ട് പരിപ്രവർത്തനം ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടമായി വരും. ലോഭം. ആഗ്രഹിച്ചത് കൈക്കലാക്കാനുള്ള കടുത്ത ആഗ്രഹമാണിത്. ഈ വികാരം ഈശ്വരനിലേക്ക് തിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അവിടുന്ന് എൻ്റേതാണ്, എൻ്റേത് മാത്രം. അവിടുന്നാണ് എൻ്റെ ഈശ്വരൻ, ഞാൻ മറ്റാരുടേതുമല്ല. ഈശ്വരനെ നിങ്ങൾക്ക് മാത്രം കിട്ടാനേ, പൂർണ്ണമായി സ്വന്തമാക്കാനേ മനസ്സിന് ഇങ്ങനെ വിലപിക്കും. ഇങ്ങനെ ലോഭം സ്വയം ഈശ്വരന് വേണ്ടിയുള്ള തീവ്ര വ്യാകുലതയായി മാറുന്നു. അങ്ങനെ മനസ്സ് ഒന്നിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന വിധമാകാൻ സഹായിക്കുന്നു. മോഹം. വിവേചനാശക്തിയുടെ അഭാവം എന്ന് സാരം. ഇത് ഈശ്വരനിലേക്ക് തിരിക്കുന്നതോടെ ഈശ്വരനില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്നാവും. ഈശ്വരനൊപ്പം ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു സൗന്ദര്യമോ അർത്ഥമോ ഇല്ലെന്ന് തോന്നും. അപ്പോൾ മനസ്സ് കാരണങ്ങൾ കേൾക്കാൻ വിശ്രമിക്കും. ആരെയും ശ്രദ്ധിക്കാതാവും. ഈശ്വരലാഭത്തിനായി ഭ്രാന്ത് പിടിച്ചതുപോലെയാവും. മോഹം ഈശ്വരന് വേണ്ടിയുള്ള അന്ധമായ നിർബന്ധമായ ഭക്തിയായി പരിണമിക്കും. മതം. അജ്ഞാനത്തോടു കൂടി അന്ധകാരമാണ് മതം. ഈ വികാരം ഈശ്വരനിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ഈശ്വരൻ തുണയായിട്ടുണ്ട്, എനിക്ക് മഹത്തായ ആവരണമുണ്ട്, എനിക്ക് തടസ്സമുണ്ടാക്കാൻ ഒരുവനും ധൈര്യം വരില്ല, ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല, ഈശ്വരൻ എന്നെ എങ്ങനെ ഉപേക്ഷിക്കാനാവും? ഇത്തരം ചിന്തകൾ ഒരുവൻ്റെ മതത്തെ ഈശ്വരനിലുള്ള വിശ്വാസവും ഭക്തിയുമായി മാറ്റുന്നു. മാത്സര്യം. അസൂയ. ഈശ്വരനിലേക്ക് ഈ വികാരം തിരിച്ചുവിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എൻ്റെ ഈശ്വരനെ, എൻ്റെ മാത്രം പ്രഭുവിനെ ആരോ വിശദീകരിക്കുന്നു, അവിടുന്ന് എന്നെ അകറ്റുന്നു. ഇത്തരം ചിന്തകൾ നിങ്ങളെ അസ്വസ്ഥരാക്കും. ഈശ്വര സമീപത്തിന് വേണ്ടിയുള്ള തീവാഗ്രഹമായി അത് മാറുന്നത് നിങ്ങൾക്ക് കാണാനാവും. സർക്കസിലെ സിംഹം റിംഗ് മാസ്റ്ററെ അനുസരിക്കുന്നത് കാണാം. അതുപോലെ ഈ 6 ദുർഗുണങ്ങളും അവയുടെ യജമാനെ മുന്നിൽ സമർപ്പിച്ചാൽ അവയ്ക്ക് സ്വതവേയുള്ള ക്രൂരത അസ്തമിക്കുന്നത് കാണാം. ഇതാണ് ആയുധപൂജയുടെ ശരിയായ അർത്ഥവും പ്രാധാന്യവും. ചില ഭക്തന്മാർ മുത്തുകളും പവിഴങ്ങളും സ്വർണവും യജ്ഞകുണ്ഡത്തിലെ അഗ്നി സമർപ്പിക്കാനായി കൊണ്ടുവന്നു. സ്വാമി അവരെ ഉദ്ബോധിപ്പിച്ചു, യജ്ഞകുണ്ഡത്തിൽ നിങ്ങളുടെ ഗുണങ്ങൾ സമർപ്പിക്കൂ. സത്വം, രജസ്, തമസ്. ഈ ഗുണങ്ങളെ മറികടന്ന് വേണം കേവല ദ്വൈതത്തിൽ വിലയിക്കുവാൻ. അതാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട വിലയേറിയ മുത്തുകളും രത്നങ്ങളും. തന്നെ ഉന്നതമായ ആത്മീയോന്നതിക്കായിരിക്കണം യജ്ഞം നടത്തുമ്പോൾ ഒരുവൻ ലക്ഷ്യമാക്കേണ്ടത്. ക്ലേശകരമായ യജ്ഞക്രിയയുടെ മഹത്തായ ഫലവും യഥാർത്ഥത്തിൽ ഇതുതന്നെ. ഓം ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി. 5-ാം അധ്യായം സമാപ്തം.